വചനത്തിനെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുകയും. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6, 27 മുതലുള്ള വാക്യങ്ങൾ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരം ഉത്തരവിച്ചിരിക്കുന്നു. വിശുദ്ധമായ അപ്പം, വിശുദ്ധയായ ഒരു പെൺകുട്ടി അഭയം ഇന്ന് എൻ്റെ നാവില് സ്വീകരിക്കുകയാണ്. ഈ പെൺകുട്ടി വിശുദ്ധിയാണെന്ന് ഞാൻ പറയാൻ കാരണം തെറ്റെന്താണെന്ന് അറിയില്ല. തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അമ്മാമ്മയുടെ, ഞാനിവിടെ കൊച്ചനായിരുന്നപ്പോൾ അമ്മാമ്മയുടെ കൈക്ക് പിടിച്ച് ഈ മകള് സാധിക്കുന്ന ദിവസങ്ങളൊക്കെ പള്ളിയിൽ വരാറുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ വരും. അമ്മാമ്മയുടെ കൂടെ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ മകള് പള്ളിയിൽ വരും. ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പള്ളിയിൽ വന്ന ആദ്യം നമ്മൾ മുട്ടുകുട്ടി കുരിശു വരും. എന്താണതെന്ന് ഒരുപക്ഷെ ഈ മകൾക്ക് മനസ്സുകൊണ്ട് അറിയത്തില്ല. പക്ഷെ എങ്കിലും അപ്പനും അമ്മയും കുഞ്ഞുനാള് മകള് ഈ മകളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിൽ ചെന്നാൽ അബ്രാന്റെ മുമ്പില് മുട്ടുകുത്തി കുരിശു വയ്ക്കണം എന്ന് അപ്പനും അമ്മയും ഈ മകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മകള് ചെയ്തതാണ്. എപ്പോ പള്ളി വന്നാലും മുട്ടുകുത്തി കുരിശു വയ്ക്കുക. അത് ചെയ്യാനുള്ള തിരിച്ചറിവൊന്നും ഒരുപക്ഷെ മകൾക്കില്ല. പക്ഷെ എങ്കിലും കൃത്യമായിട്ടത് ചെയ്തു. ഞാനിപ്പോ വിശുദ്ധ കുർബാന ആരംഭിച്ചു ഇവിടെ നിന്ന് ഈ മകളുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാദസ്വരം പാടി, സർവാധികം ശബ്ദത്തിൽ പാട്ടുകളൊക്കെ പാടി, ഗാനങ്ങൾ പാടി. ഈ ഗാനങ്ങളെയും മകളുടെ കൂടെ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ വരികളും പാടാൻ പഠിച്ച് ഈ മകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയെ ഈ മകളെ സ്നേഹിക്കുന്നുണ്ട്. ഈശോയെ ഈ മകളെ സ്നേഹിക്കുന്നുണ്ട്. അഭയം വലിയ തീർച്ചയായിട്ടും ഈ മകളെ വിശുദ്ധിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ചേച്ചിക്കും ഒരു അനുഗ്രഹമാണ് ഈ മകൾ. ഇവരുടെ ജീവിതത്തിലോട്ട് ഇനിയും ഈ മകള് വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം വർഷിച്ചുകൊണ്ടിരിക്കുകയും തുടർന്ന് ഈ മകൾ വഴി ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നൽകുന്നു. ചിലപ്പോഴൊക്കെ കണ്ടുമുട്ടുന്ന ചില രംഗങ്ങൾ എന്ന് പറയുന്നത്, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും ആ കുറവുകളെ ഗണ്യമായി കാണാതെ ആ മകളെ, പക്ഷേ ഇന്ന് ആദ്യമായിട്ട് അപ്പത്തിന്റെ രൂപത്തിൽ ഈ മകളെ കർത്താവിനെ സ്വീകരിക്കുകയാണ്. വിശുദ്ധിയെ ആഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം എന്നൊക്കെ എപ്പോഴും പറയാറ്. വലിയ സ്നേഹമാണ്. ഇപ്പൊ കൈക്കാരനാണ് ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രീതിയിൽ വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഞങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നാൽ ചെയ്തിപ്പിച്ചുകായി എന്റെ ശരീരത്തെ ഭക്ഷിക്കുന്ന ഞങ്ങൾക്ക് വിശക്കുന്നവരിൽ താഴ്ത്തുന്നതിൽ നിന്റെ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാം നമ്മെ നാം ഓരോരുത്തരെയും അവരുടെ ജീവിതയാത്രയിൽ നിന്നും തുണയായിരിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കരകളെയും കളയട്ടെ. ഞങ്ങൾ തൻ ഉയരൂ
തിരുമുൾക്കാഴ്ചയായി സ്വീകരിക്കൂ. തിരുമുൾക്കാഴ്ചയായി കൈക്കൊള്ളണേ. ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം നൽകുകയും സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെല്ലാവരെയും അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാമം എല്ലാ ദുരികളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കരച്ചതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള കൃപ കാണിക്കുകയും ചെയ്ത് സ്വർഗവാസികളെ പോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസകൾക്ക് നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ദൈവിക ജീവനിൽ പങ്കാരാക്കാൻ നിങ്ങളുടെ മനുഷ്യർവാൻ സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയിൽ നിന്റെ സമർത്ഥമായ നിഗ്രഹത്താൽ നീ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേശുക്കനായ ദൈവമേ, സാർവത്രിക സ്തുതിപിതാവും തലവനുമായ മറിയോ പതിനാലാം വായിക്കും. ഞങ്ങളുടെ സ്തുതിപിതാവും തലവനുമായ മേജറാം പുഷ്പരാഫി പിതാവിന് വേണ്ടി ജോസഫ് പിതാവിനും മറ്റെല്ലാ പുത്രന്മാർക്കും പുരോഹിതന്മാർ വിശ്വസ്നാനമാർ സമർപ്പിതരുമായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ വിരുദ്ധകാരൻ ഇവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മണ്ണുകളുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിൽ ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടി ഏറെ പ്രത്യേകമായി ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയമോൾക്ക് വേണ്ടി ഇവിടെ വളർത്തി വലുതാക്കിയുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും ഇവരുടെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ അഭിഷേകത്തിന്റെ ശരീരരക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം ശാന്തിയും സമാധാനവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങ് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥമായ ദൈവമായ പ്രിയപുത്രനായ യേശുവിനും ഭൂവാസികളെ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായി നിശ്ചിതമെന്ന ജീവദായകമായ സവിശേഷം വഴി വിസ്തമാമോദീസയുടെ സജീവവും ജീവദായകമായ നമുക്കെതിരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യ വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവയുടെ നാഥനും രക്ഷകരമായ ഈശ്വരയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മകനെയും വൈഭവ്യവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്മരിക്കുകയും മോളുടെ മേലും പരിശുദ്ധാത്മാവിനെന്നറിയപ്പെടാനായി പ്രാർത്ഥിക്കാം. അവളെ ഇന്നും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും അനുഗ്രഹമായിട്ട് നിലനിൽക്കാൻ അവളിലൂടെ ഒത്തിരി നന്മകൾ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകാൻ അവരുടെ ജീവിതം വഴി അനേകർ ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ അവരുടെ ഹൃദയത്തിൽ എന്നും ക്രിസ്തുവിന്റെ സ്നേഹവും സംരക്ഷണവും എന്നും ഉണ്ടാകാൻ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി എന്നും ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്റെ കുർബാനയിലേക്ക് അവിടുന്ന് സംസ്കാരത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കരങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ വിസ്മയമുഖമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എപ്പോഴും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
എന്നേക്കും. നമ്മുടെ രക്ഷകന്റെയും മൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെയും നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള അവകാശത്തോടെ അപരാധങ്ങളെ പിന്തിരിച്ചുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരൻ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ സൈന്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവായ യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും നീക്കും. ആമേൻ. സഹോദരി സ്വർഗരായ ശാസ്ത്രത്തെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസന്നിധിമായി ക്ഷണിക്കുന്നു. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവായ യേശുമിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനവും നൽകി നമ്മളെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ ജീവദായകമായ തിരുശരീര രക്തം നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. മിശിഹായുടെ ജീവദായകമായ തിരുശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിച്ച ഈ മകളെ അവിടെ തന്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാമോഹങ്ങളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിശുസഹജമായ നൈർമല്യവും ദൈവാശ്രയ ബോധത്തിലും വളർന്നു വരുവാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിലും പ്രീതിയിലും വളർന്നു വരുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ ഭവനത്തെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും വാസസ്ഥലമായി മാറട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും
മാതാപിതാക്കളെയും ജനങ്ങളെയും ബന്ധുമിത്രാദികളെയും മറ്റെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാം തിരഞ്ഞെടുത്ത ദൈവമേ, ഈ ജപമാലാശ്വദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മഹനീയമായ കാലത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഇത് ഞങ്ങളെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമചിത്തരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവേ സർവേശ്വര എന്നെ. ലോകരക്ഷകനായ മിശിഹായെ, അങ്ങയോടുള്ള അങ്ങയുടെ മാതാവായ കർമ്മലനാഥനോടുള്ള ഭക്തിയിൽ ഞങ്ങളിൽ വർദ്ധമാനമാക്കുവാൻ വേണ്ടി ഞങ്ങൾ ധരിക്കുന്ന ഒത്തിരിയങ്ങൾ ആശീർവദിക്കണമേ. പരിശുദ്ധന്യാമറിയതിന്റെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങയുടെ പ്രസാദവരത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായനെ. A very warm welcome to each and every one of you. I'm Andrea. And I'm Anna. Today is a day of great joy, grace and celebration as we gather here to witness and rejoice in the first Holy Communion of our dear Abhaya. On this milestone in her journey as she received Jesus Christ for the very first time. Now comes the most awaited moment. Let's meet our shining star of the day, Abhaya Maria Rinson. Let's welcome her. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. Today is not just a celebration for the child,